വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ഒതുക്കത്തിൽ തീർക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു സാക്ഷാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. അതും പറവൂരിൽ വെച്ച് തീർക്കുക എന്നതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഇന്ന് കനത്തിലൊരടി സതീശൻ നൽകുന്നതോടെ മുഖ്യമന്ത്രിയുടെ പ്ലാൻ ബിയും പൊളിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെതിരെ UDF പ്രചാരണം നടത്തിയെന്ന CPIMന്റെ വാദം പൊളിച്ചടുക്കുകയാണ് വി.ഡി. സതീശൻ. മറ്റ് UDF MLA-മാർക്കും MP-മാർക്കുമൊപ്പം താനും വ്യക്തിപരമായി ഫണ്ടിലേക്ക് സംഭാവന നൽകിയതായും ഏകദേശം 19 ലക്ഷം രൂപ സംഭാവന നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ദുരന്ത ബാധിതർക്ക് ആവശ്യമായ സഹായമോ വൈദ്യസഹായമോ നൽകാതെ സർക്കാർ 742 കോടിയിൽ ഇരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. കർണാടക സർക്കാർ 100 വീടുകൾക്ക് ഫണ്ട് നൽകിയതായും മുസ്ലിം ലീഗ് ഇതിനകം 100 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം പരാമർശിക്കുന്നു. സർക്കാർ ആദ്യം ഭൂമി നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് KPCC അവരുടെ ഭവന പദ്ധതിക്കായി ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സതീശൻ വ്യക്തമാക്കുന്നു. നഷ്ടപ്പെട്ട ഫണ്ടുകളെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ കിംവദന്തികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. പണം KPCC പ്രസിഡന്റുമായി ഒരു ജോയിന്റ് അക്കൗണ്ടിലാണെന്നും ഭൂമി രജിസ്ട്രേഷനായി പണം അടയ്ക്കുന്നതിനുള്ള ആദ്യ ചെക്കിൽ താൻ അടുത്തിടെയാണ് ഒപ്പിട്ടതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. സർവേകളുടെയും സന്നദ്ധ പരിപാടികളുടെയും മറവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ നികുതിദായകരുടെ പണം ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. വർഗീയ പ്രസ്താവനകൾ നടത്തുകയും LDFനെ മതേതരത്വത്തിന്റെ ഏക സംരക്ഷകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്ന സതീശൻ അതേസമയം സംഘപരിവാറിന്റെ അതേ വിഭാഗീയ തന്ത്രങ്ങൾ പിന്തുടരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും വർഗീയ കലാപങ്ങൾ നടന്നിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ അദ്ദേഹം പൊളിച്ചടുക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? 100 വീടിനുള്ള പൈസ കർണാടക ഗവൺമെൻറ് കൊടുത്തില്ലേ? 20 കോടി കൈമാറിയില്ലേ? ലീഗ് സ്ഥലം മേടിച്ച് നിർമ്മാണ പ്രവർത്തനം 100 വീടിൻ്റെ ആരംഭിച്ചില്ലേ? ഞങ്ങളിപ്പോൾ സ്ഥലം മേടിച്ചില്ലേ? അതിനെന്തൊരു അധിക്ഷേപം വരുന്നത്? അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞതിൽ എന്ത് ഫാക്ച്വൽ മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത്? ഈ 3 കാര്യമാണ് പറഞ്ഞത് ഞാൻ, അല്ലേ? അതിൽ 2 കാര്യം, ഒരു കാര്യം നടന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു 100 വീടിൻ്റെ. രണ്ടാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഞങ്ങൾ സ്ഥലം മേടിച്ചു, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിലെന്ത് തെറ്റുള്ളത്? പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ CPM. ഞാൻ ഇതുപോലെ പറഞ്ഞല്ലോ, അവിടെ റെൻറ്റ് കൊടുക്കുന്നില്ല പലർക്കും, അവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സ, ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ ചികിത്സ സഹായം ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യമായ ഒരു സഹായവും ഗവൺമെൻറ്റിന് ബാധില്ല. 242 കോടി രൂപ ആളുകൾ കൊടുത്ത പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ പ്രചരണം നടത്തുകയാണ്. ഞങ്ങൾ പ്രചരിപ്പിച്ചു CMDRFിലേക്ക് പൈസ കൊടുക്കരുതെന്ന്. UDF പ്രചരിപ്പിച്ചു. CMDRFിൽ ഞാനടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട്. UDF MLA-മാർ പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഏകദേശം 19 ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാനടക്കമുള്ള ആളുകൾ, ഞങ്ങൾ MLA-മാർ, UDF MLA-മാർ മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് UDF പറഞ്ഞു CMDRFിൽ പൈസ കൊടുക്കരുതെന്ന്. കള്ളത്തരം പറയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ MLA-മാരെല്ലാം MP-മാരെല്ലാവരും പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം പൈസ കൊടുത്തു. ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ CMDRFിൽ പൈസ കൊടുക്കരുത്? ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ മാതൃക കാണിച്ചു പൈസ കൊടുത്തിട്ട്. എന്നിട്ട് വെറുതെ പ്രചരിപ്പിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ അവിടെ ഇവർ 1 കൊല്ലം പിടിച്ചു സ്ഥലം കണ്ടുപിടിച്ചത്. എന്നിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു വീട് വയ്ക്കാൻ. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കാൻ പോയി. ഞങ്ങൾ 3 മാസം 4 മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്തു. അപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ വായി തോന്നുന്ന പൈസ എവിടെ പോയി? എൻ്റെയും KPCC പ്രസിഡൻറ്റിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിലാണ് പൈസ. 1 രൂപയും പോയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. കാരണം ഈ സ്ഥലം മേടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിട്ട് കൊടുത്തത് ഇപ്പോഴാണ്. ഒരു ചെക്ക് ഒപ്പിട്ടത് അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പൈസ പോയെന്ന് പറഞ്ഞു. അവരുടെ പൈസ KPCCയിലേക്ക് അവർ തരുവാണ്. വെറുതെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് 742 കോടി രൂപ ബാങ്കിലിട്ടിട്ട് നാട്ടുകാരെ അവരെ സഹായിക്കാൻ കൊടുത്ത പൈസ ഒരു സഹായം കൊടുക്കുന്നില്ല. ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല. ഈ ധനസഹായങ്ങളെല്ലാം നിർത്തി. എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി. ഞാൻ പറയല്ലേ, AKG സെൻറ്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഒരു പ്രസക്തിയില്ല. ഞങ്ങളേതാണ്ട് പൈസ തട്ടിക്കൊണ്ടുപോയി. നീ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത പൈസ അക്കൗണ്ട് പരിശോധിക്കുക വന്നിട്ട്. ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ചെക്ക്, ജോയിൻ്റ് അക്കൗണ്ടാണ് എൻ്റെ KPCC പ്രസിഡന്റ്. ഇപ്പോഴാണ് ഒരു ചെക്ക് ഒപ്പിട്ട് ചെക്ക് ഞങ്ങളിപ്പോൾ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തപ്പോൾ. സ്ഥലം രജിസ്റ്റർ ചെയ്തല്ലോ, ഞങ്ങൾ 3-3.5 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലേ? സർക്കാർ 1 കൊല്ലം പിടിച്ചു. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് സർക്കാർ സ്ഥലം കിട്ടിയത്.
ഞങ്ങൾക്കത് തരില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളില്ല അവിടെ പണിയാമെന്ന് വിചാരിച്ചാണ്. വേറെ സ്ഥലം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? 100 വീടിനുള്ള പൈസ കർണാടക ഗവൺമെൻറ് കൊടുത്തില്ലേ? 20 കോടി കൈമാറിയില്ലേ? ലീഗ് സ്ഥലം മേടിച്ച് നിർമ്മാണ പ്രവർത്തനം 100 വീടിൻ്റെ ആരംഭിച്ചില്ലേ? ഞങ്ങളിപ്പോൾ സ്ഥലം മേടിച്ചില്ലേ? അതിനെന്തൊരു അധിക്ഷേപം വരുന്നത്? അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞതിൽ എന്ത് ഫാക്ച്വൽ മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത്? ഈ 3 കാര്യമാണ് പറഞ്ഞത് ഞാൻ, അല്ലേ? അതിൽ 2 കാര്യം, ഒരു കാര്യം നടന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു 100 വീടിൻ്റെ. രണ്ടാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഞങ്ങൾ സ്ഥലം മേടിച്ചു, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിലെന്ത് തെറ്റുള്ളത്? പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ CPM. അതൊന്നും ഓടില്ല കേരളത്തിൽ. അതൊക്കെ ജനങ്ങൾ ചോദ്യം ചോദിക്കുമെന്നും പാർട്ടിക്കാർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തടുത്തു നിർത്തുമെന്നും അറിയാൻ നന്നായിട്ട്. അതായിക്കോട്ടെ, പാർട്ടിക്കാർ പോയിക്കോട്ടെ. വേറൊരു പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിങ്സ് വെച്ചിരിക്കുക. എന്നിട്ട് വോളണ്ടിയർമാർ ഈ എന്താണ് ചെല്ലുവാണ്, വീടുകളിലേക്ക് ചെല്ലുകയാണ്. അതിൽ CPMൻ്റെ ഒരു സർക്കുലർ ഉണ്ട്. സർക്കാർ നടത്തുന്ന ആ പരിപാടിയിൽ പാർട്ടിക്കാർ തന്നെ പോകണമെന്ന്. സർക്കാരാണ് പൈസ കൊടുക്കണം. എന്നിട്ട് ഇതുവരെയുള്ള ഗവൺമെൻറ്റിൻ്റെ നേട്ടം വീടുകളിലെത്തിക്കാൻ മനസ്സിലായി. സർക്കാർ ചിലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക. അതിൽ നിന്ന് സർക്കാർ പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി എന്നെ നേരിടും. ഞങ്ങൾ കോടതിയിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. സർവേ ഇപ്പം എന്താ സർവേ? ഇപ്പം എന്താണ് കേരളം നന്നാക്കുന്നതിനെ പറ്റി സർവേ? ഇപ്പം ഇലക്ഷൻ വർക്കാണ് നടത്തുന്നത്. പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് പൈസ ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് ചെയ്യുക. അതിൽ നിന്ന് പിന്മാറണം. പാർട്ടിക്കാർ വീട് കയറായിരിക്കണം അവരെ ഇഷ്ടം, അവർ കയറിക്കോട്ടെ. അത് നാട്ടുകാർ ചോദിച്ചോളും. ചെല്ലുമ്പോൾ ചോദിച്ചോളും. അത് ചോദിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഈ പത്മകുമാറിൻ്റെ കാര്യം പറയണത്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി ഒരു തരത്തിൽ വർഗീയതയാണ് പറഞ്ഞത്, മുഴുവൻ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം യാതൊരു പരസ്പര ബന്ധമില്ലാതെ കേരളത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾ മുഴുവൻ പറയുകയാണ്. എൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയുക. ഇടതുപക്ഷത്തിൻ്റെ സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട്. പല സമയത്തും നടന്നിട്ടുണ്ട്. ഇപ്പം ഇല്ലാത്തത് നല്ല കാര്യം. പണ്ട് നടന്നിട്ടുണ്ട്. അത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കാർക്കും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം മതേതരത്വത്തിൻ്റെ വക്താവാകാൻ ശ്രമിക്കുകയാണ്. മതേതരത്വത്തിൻ്റെ വക്താവാകാൻ എങ്ങനെ ശ്രമിക്കുന്നത്? ഒരു വശത്ത് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവർക്ക് പട്ടും വളയും കൊടുക്കുകയാണ്, പൊന്നാട ചാർത്തുകയാണ്, അല്ലേ? ഒരു വശത്ത് എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പോൾ സംഘപരിവാറിൻ്റെ അതേ പാതയിലാണ് കേരളത്തിലെ CPM. ജാതിമത ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് സംഘപരിവാർ രീതി. അതേ രീതി തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി അവലംബിക്കുന്നത്. എന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ച മറുപടി പറയണ്ടേ? ആ മറുപടി കൊടുത്തു.